1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനത ആയത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയാണ്: ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കർത്താവ് തിരഞ്ഞെടുത്തത് ഭോഷത്വമായതാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാനാണ് ദൈവം ബലമില്ലാത്തതിനെ തിരഞ്ഞെടുത്തത്. ലോകത്തിൽ ജ്ഞാനികളേറെയുണ്ട്. ജ്ഞാനികളുള്ള ഇടത്ത് നിന്ന് നമ്മളിരിക്കുന്ന ഇടത്ത് നമ്മൾ ഏതുമില്ലാത്ത അവസ്ഥയിലും കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ കർത്താവിന് കൃപ തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജ്ഞാനികൾ കാണേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളിൽ വെളിപ്പെടേണ്ടതിനാണ് കർത്താവ് ഭോഷത്വമായ നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഒരിക്കലും പുകഴുവാനോ പ്രശംസിപ്പാനോ ഇല്ലാത്ത വിധത്തിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നടക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുവാനോ ദൈവത്തെ പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ഞാൻ ഏതുമില്ല എന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനറിയാം നിങ്ങൾ എത്രത്തോളം നമ്മളായിരിക്കുന്നു എന്ന്. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരോടും പറയുന്നു: ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുവാനത്രേ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ ലോകത്തിന് മേൽ കാണുവാൻ, ലോകത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ ആ നാമം നമ്മൾ ഓരോരുത്തരും എടുത്ത് ഇന്ന് പകൽക്കാലവും സ്തുതിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുന്നതെന്ന് തിരിച്ചറിവോടെ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നു: നമ്മൾ ഏതുമില്ല, ഒന്നുമില്ല, നികൃഷ്ടമായിരിക്കുന്ന ജാതിയിൽ നിന്ന്, ആ നികൃഷ്ടമായ അനുഭവത്തിൽ നിന്ന് എൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയിരിക്കുന്നു. ദൈവം ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളായിരിക്കുന്ന നമ്മുടെ ചിന്തകളും മണ്ഡലങ്ങളും എല്ലാം മാറി കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്ന്നിരുന്നു കൊണ്ട് ഒരു പുഴുവിനെ പോലെ, ഒരു കൃമി എത്രയെന്ന് നമ്മളെ കുറിച്ച് ദൈവവചനം പറയുന്നു. കർത്താവെ, ആ കൃമിയെ പോലെ ഞാൻ ഏതുമില്ല കർത്താവെ, ഏതുമില്ല കർത്താവെ, എനിക്ക് ഒന്നിനും കഴിവില്ല. എൻ്റെ പണമല്ല, എൻ്റെ പ്രതാപമല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ചിന്തയല്ല. എന്നാൽ ദൈവത്തിന്റെ കർത്താവെ ആ മഹത്വമാണ്, ദൈവത്തിന്റെ കൃപയാണ് എന്നെ നിർത്തിയിരിക്കുന്ന തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ നാമം വിളിച്ചു പറയുന്ന ഓരോരുത്തരും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ബലമില്ലാത്തതിനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബലമില്ലാത്തതിനെ ബലമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എല്ലാ ശക്തിയും ഉള്ളവരുണ്ട്, ജ്ഞാനമുള്ളവരുണ്ട്, കർത്താവ് മഹാന്മാരായവരുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാനാണ്. ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ വെളിപ്പെടുവാനാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുവാനാണ്. എൻ്റെ യേശു എനിക്ക് വലിയവനാണെന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം പറയാണ്: ഞാൻ തിരഞ്ഞെടുത്തത് ബലമില്ലാത്തതിനെയാണ്, ജ്ഞാനമില്ലാത്ത ഭോഷത്വമായതിനെയാണ്, ഒന്നുമില്ല എന്ന് പറയുന്നതിനെയാണ്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഉള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം, അത് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാം. എന്നാൽ ഇല്ലാത്തതിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എൻ്റെ ദൈവത്തിന്റെ കൃപയാണ് എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലവും നമ്മൾക്ക് കഴിയട്ടെ.